സമൂഹത്തിൽ സ്ത്രീകൾക്കു നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചുവരുന്ന ഈ കാലത്ത് തൈക്കോണ്ടോ പരിശീലനം നേടിയിരിക്കുകയാണ് പേരാമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികൾ. ഇന്ന് സാർവത്രികമായി അംഗീകരിക്കപ്പെട്ട ഒരു കൊറിയൻ ആയോധന കലയാണ് തൈക്കോണ്ടോ. കാലുകൾ ഉപയോഗിച്ച് വളരെ വേഗത്തിലും ഉയരത്തിലും ചെയ്യുന്ന പ്രഹരങ്ങളാണ് തൈക്കോണ്ടോയെ മറ്റു ആയോധന കലകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. സ്വയം പരിരക്ഷയ്ക്കുള്ള സ്വന്തം കഴിവിൻ്റെ വികാസം എന്നതിലുപരി ഒരു ജീവിതചര്യ കൂടിയാണ് തൈക്കോണ്ടോ. ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, സാഫ് ഗെയിംസ്, നാഷണൽ ഗെയിംസ് എന്നിവയിൽ ഇത് ഒരു അംഗീകൃത ഇനമാണ്. സംസ്ഥാനത്തെ സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് ഡയറക്ടറേറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ കുട്ടികൾക്കായി 62 സെന്ററുകളിൽ തൈക്കോണ്ടോ പരിശീലനം നൽകി വരുന്നുണ്ട്. ഇതിനായി ജില്ലയിൽ തിരഞ്ഞെടുത്ത 3 സെന്ററുകളിൽ ഒന്നാണ് പേരാമംഗലം ദുർഗാവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ. ഗുണമേന്മയുള്ള വിദ്യ ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം കുട്ടികളുടെ മനഃശക്തിയും കായികക്ഷമതയും വർദ്ധിപ്പിക്കുവാനാണ് സ്കൂളിൽ തൈക്കോണ്ടോ പരിശീലനം ആരംഭിച്ചതെന്ന് ഹെഡ്മാസ്റ്റർ ഇ സെബാസ്റ്റ്യൻ പറഞ്ഞു. ശാരീരിക ആരോഗ്യവും മാനസികാരോഗ്യമൊക്കെ നല്ല നിലയിൽ ഉണ്ടായെങ്കിൽ മാത്രമേ അവരുടെ പഠനം ശരിക്കുള്ള പുരോഗതി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ തായ്ക്കൊണ്ട പോലെയുള്ള അഭ്യാസ മുറകൾ കുട്ടികളുടെ ശരീരത്തിൻ്റെ ആരോഗ്യവും അതേപോലെ തന്നെ അവരുടെ മാനസികാരോഗ്യവും അത് വർദ്ധിപ്പിക്കും, അവരുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കും. അത്തരത്തിലുള്ള കുട്ടികൾ പഠനത്തിൽ പുരോഗതി കൈവരിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പെൺകുട്ടികൾക്ക് സുരക്ഷിതമല്ലാത്ത കാലഘട്ടത്തിൽ തൈക്കോണ്ട എന്ന ആയോധന കല പഠിക്കുന്നത് നല്ലൊരു സുരക്ഷിതമാണ്. പിന്നെ ഇത് പഠിച്ച് ഗ്രേസ് മാർക്ക് ഉണ്ട് 10ാം ക്ലാസ്സിൽ. ഒരു എന്തിനോട് നേരിടാനുള്ളൊരു ചങ്കൂറ്റുണ്ട്. സ്വയം രക്ഷയ്ക്കുള്ള സ്വന്തം കഴിവിൻ്റെ വികാസം എന്നതിലുപരി ഒരു ജീവിതചര്യ കൂടിയാണ് തൈക്കോണ്ടോ. ഒളിമ്പിക്, ഏഷ്യൻ ഗെയിംസ് എന്നിവയിൽ ഇതൊരു അംഗീകൃത മത്സര ഇനമാണ്. സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ CBSE, ഡൽഹി പബ്ലിക് സ്കൂൾ തുടങ്ങിയ സ്കൂളുകളിൽ ഈ ആയോധന കല ഒരു സ്പോർട്സ് ഇനമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരിശീലനത്തിന് ആവശ്യമായ ചിലവ് പൂർണ്ണമായും വഹിക്കുന്നത് സർക്കാരാണ്. 2 വർഷമായി സ്കൂളിൽ നടക്കുന്ന പരിശീലന പരിപാടിയിൽ ഇപ്പോൾ 7, 8, 9 ക്ലാസ്സുകളിൽ നിന്നായി 20 പെൺകുട്ടികളാണ് പരിശീലനം നേടിയിരിക്കുന്നത്. 22 വർഷമായി തൈക്കോണ്ടോ രംഗത്ത് സജീവമായ പുനിയൂർക്കുളം സ്വദേശി ബഷീർ താമരത്താണ് പരിശീലകൻ. കുട്ടികളുടെ പഠനത്തിന് തടസ്സമാകാതെ ആഴ്ചയിൽ 3 ദിവസം വൈകിട്ട് 4 മുതൽ 5:30 വരെയാണ് ക്ലാസ് നടക്കുന്നത്. തുടക്കത്തിൽ പെൺകുട്ടികൾ ചേരാൻ മടിച്ചെങ്കിലും പിന്നീട് താല്പര്യത്തോടെ ചേരുകയായിരുന്നുവെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. ഇത്തരം ആയോധന കലാരംഗത്തേക്ക് കൂടുതൽ സ്ത്രീകളും പെൺകുട്ടികളും കടന്നു വരികയാണെങ്കിൽ അവർക്ക് എവിടെയും സധൈര്യം യാത്ര ചെയ്യാനുള്ള സാഹചര്യം ഒരു പരിധിവരെ സൃഷ്ടിക്കാവുന്നതാണ്. TCV ന്യൂസ്, തൃശൂർ.